ഹായ് ഫ്രണ്ട്സ്, 2023 നവംബർ 30 138 രൂപയിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ 140 രൂപയ്ക്ക് IPO പ്രൈസിന് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ വേണ്ടി ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തവർ വലിയ നിരാശയിലായിരുന്നു. പിന്നീട് സ്റ്റോക്ക് ഒരു ഘട്ടത്തിൽ 154 എന്നുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും അവിടെ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് താഴോട്ട് വന്ന് 106 എന്ന ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് വീണ്ടും നിരാശ സമ്മാനിച്ചു. എന്നാൽ റിക്കവർ ചെയ്ത ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് 120 130 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുകയാണ്. ഈ സ്റ്റോക്കിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് R4യിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കണ്ടാൽ ഇവിടെ പരാമർശിക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഫെഡറൽ ബാങ്ക് ലിമിറ്റഡിന് 61% ഹോൾഡിംഗ് ഉള്ള അവരുടെ ഒരു സബ്സിഡിയറി നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായ ഫെഡ്ഫിന എന്ന NSE കോഡിൽ അറിയപ്പെടുന്ന ഫെഡ് ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. IPO ലിസ്റ്റിംഗ് സമയത്ത് ഈ ഒരു NBFCയെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അതിൻ്റെ പരസ്യത്തിലൊക്കെ കണ്ടിരുന്നു. അവിടെ പറയുന്നത് ഓൺലി ലിസ്റ്റഡ് NBFC ഓഫ് എ ലിസ്റ്റഡ് ബാങ്ക്, അതായത് ഒരു ലിസ്റ്റഡ് ബാങ്കിൻ്റെ കീഴിൽ ലിസ്റ്റ് ചെയ്ത ഒരേ ഒരു NBFC ആണ് ഈ ഫെഡ് ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ് എന്നാണ് ആ ഒരു പരസ്യത്തിലെ അവകാശവാദം. അപ്പോൾ ഒരു ബാങ്കിൻ്റെ പിൻബലം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് വർദ്ധിക്കാൻ അത് വലിയ കാരണമാകും. കാരണം NBFC എന്ന് പറയുന്നത് ബാങ്കിനേക്കാളും സെക്യൂരിറ്റി കുറഞ്ഞ ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു NBFC ആകുമ്പോൾ അതിന് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നല്ല തോതിലുള്ള ഒരു വിശ്വാസം വർദ്ധിക്കാൻ കാരണമാകാറുണ്ട്. നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 2024 1577 കോടിയുടെ ഹയ്യസ്റ്റ് എവർ റവന്യൂവും അതുപോലെ 245 കോടിയുടെ ഹയ്യസ്റ്റ് എവർ പ്രോഫിറ്റും ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയേക്കാണ്. കൂടാതെ ഫെഡ്ഫിനയുടെ ബിസിനസ് ജോഗ്രഫിക്കലി വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ നമുക്ക് മനസ്സിലാകുന്നത്. FY 2019 വെറും 149 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്ന ഈ കമ്പനി ഇപ്പോൾ ഈ ഫൈനാൻഷ്യൽ 24 621 ബ്രാഞ്ചുകളുമായി വമ്പിച്ചൊരു എക്സ്പാൻഷനിലേക്ക് നീങ്ങിയത് കാണാം. അപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കമ്പനി ജോഗ്രഫിക്കലി സൗത്ത് ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യയിലെ 18 സ്റ്റേറ്റുകളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവരുടെ ബ്രാഞ്ചുകൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ചുകളുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗങ്ങളിൽ 244 ബ്രാഞ്ചുകളും സൗത്തിൽ 289 ബ്രാഞ്ചുകളും നോർത്തിൽ 86 ബ്രാഞ്ചുകളും ആയിട്ട് ഇതിൻ്റെ എണ്ണം നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ വർധനവ് നോക്കുകയാണെങ്കിൽ 2019 961 സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്ന ഈ കമ്പനിക്ക് ഇപ്പോൾ 4298 എംപ്ലോയീസ് ഉള്ള ഒരു വലിയൊരു NBFC ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ കൈകാര്യം ചെയ്യുന്ന ടോട്ടൽ അസറ്റ്സ് അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് AUM 2019 20,193 കോടി മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ 1,21,919 കോടിയായി അത് വളർന്നതായിട്ട് കാണാം. ഓരോ വർഷവും AUM 43% വെച്ച് വളരുകയാണ്. അതായത് CAGR ഗ്രോത്ത് 43%. AUM ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ സൗത്ത് ഭാഗങ്ങളിൽ 45% ഇവർ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, വെസ്റ്റ് ഭാഗങ്ങളിൽ 34%, ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിൽ 19% ഇതിൻ്റെ ടോട്ടൽ AUM ഡിവൈഡ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുക. 2019 മാർച്ചിൽ ഇവരുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 16,656 കോടി മാത്രമായിരുന്നെങ്കിൽ ഇന്നത് 1,35,750 കോടിയായി വളർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതൊരു ഫൈനാൻഷ്യൽ കമ്പനിയുടെയും ഒരു പ്രധാന റവന്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകമാണ്. ആ കാര്യത്തിലും ഫെഡ്ഫിനയുടെ CAGR ഗ്രോത്ത് 47% കാണാം. 2019 രേഖപ്പെടുത്തിയ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 1,169 കോടിയായിരുന്നെങ്കിൽ 2024 മാർച്ചിൽ അത് 8,120 കോടിയായി ഉയർന്നതായിട്ട് കാണാം. ഇനി കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലും ഈ വളർച്ച പ്രകടമാണ്. കാരണം 47% CAGR ഗ്രോത്ത് നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ കഴിയും. 2019 മാർച്ചിൽ 361 കോടി മാത്രം ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് വർഷം തോറും 47% വളർച്ചയോടെ ഇപ്പോൾ 2024 2,447 കോടിയായിട്ട് വളർന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഫെഡ് ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും ഗോൾഡ് ലോണും ഹോം ലോണും നൽകുന്നതിന് പുറമെ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അതേപോലെ ബിസിനസ് ലോൺ സർവീസ് തുടങ്ങിയവയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ സെൽഫ് എംപ്ലോയിഡ് ബിസിനസ് മേഖലകളിലും അതേപോലെ മീഡിയം സ്മോൾ മൈക്രോ എൻ്റർപ്രൈസസ്
അഥവാ MSME കസ്റ്റമേഴ്സിനെയും ലക്ഷ്യം വെച്ചാണ് ഈ ഫെഡ്ഫിന പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി അഥവാ മോർട്ടഗേജ് ലോൺ, അതാണ് ഇവർ ഏറ്റവും അധികം ഡിസ്പോസ് ചെയ്യുന്നത്. അത് മൊത്തം ലോൺ ബിസിനസ്സിൻ്റെ 51% ഈ മോർട്ടഗേജ് ലോണാണ്. 32.6% ഗോൾഡ് ലോൺ ഇവർ ഡിസ്പോസ് ചെയ്യുന്നത്. 15% ബിസിനസ് ലോണാണ് ഇവരുടെ മൊത്തം ലോണിൻ്റെ ബുക്കിൽ നമുക്ക് കാണുന്നത്. 15% ബിസിനസ് ലോൺ മാത്രമാണ്. ഫെഡ്ഫിനയുടെ ഏറ്റവും ഒടുവിൽ വന്ന Q4 റിസൾട്ടിൽ അവിടെയും ഈ കമ്പനി നല്ല പെർഫോമൻസ് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സെയിൽസ് റവന്യൂ ഇയർ ഓൺ ഇയറിൽ 20% വളർച്ചയും നെറ്റ് പ്രോഫിറ്റിൽ 74% ഇയർ ഓൺ ഇയർ വളർച്ചയും രേഖപ്പെടുത്തിയായിട്ട് കാണാം. അതുപോലെ EPS ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ 51% വർദ്ധിച്ചു. ഏതൊരു ഫൈനാൻഷ്യൽ കമ്പനിയുടെയും പ്രധാന ദൗത്യമായ നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ NPA കുറച്ചു കൊണ്ടുവരിക എന്നൊരു കാര്യത്തിൽ ഈ ഫെഡ്ഫിന വിജയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം 2% ഉണ്ടായിരുന്ന നെറ്റ് NPA കൺസിസ്റ്റൻ്റായി കുറച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് Q4 ക്വാർട്ടറിൽ അത് 1.33% കുറച്ചതായിട്ട് കാണാം. ഇപ്പോൾ കമ്പനിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 120 എന്നുള്ള ഒരു പ്രൈസ് ലെവൽ ഒരു സപ്പോർട്ട് ലെവലാണ്. അതുപോലെ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻ്റ് ലെവൽ എന്ന് പറയുന്നത് 130 ആണെന്ന് നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ ആ 130 എന്നുള്ള റെസിസ്റ്റൻ്റ് ലെവൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 142 എന്നുള്ള ടാർഗറ്റിലേക്ക് ഈസി ആയിട്ട് ഈ സ്റ്റോക്ക് എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കേണ്ടത് 130 എന്നുള്ള ആ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ടിലൂടെ നല്ലൊരു വോളിയത്തിൽ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. അത് ഷോർട്ട് ടേമിൽ നമുക്ക് 142 അല്ലെങ്കിൽ അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 150 മുകളിലൊക്കെ നമുക്ക് ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. എന്നാൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ എൻട്രി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു കൃത്യമായൊരു പോയിന്റിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഡു യുവർ ഓൺ സ്റ്റഡി ബിഫോർ ഇൻവെസ്റ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.